CPM നേതാവ് വൃന്ദ കാരാട്ടിന് മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നെങ്കിലും അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്ന് ഗവർണർ തന്നോട് ചോദിക്കുന്നതുപോലെ മുഖ്യമന്ത്രിയോടും ചോദ്യങ്ങൾ ഉന്നയിക്കണം. താൻ ചെയ്യുന്നത് നിയമപരമായ ചുമതലയാണ്. കേരളത്തിൽ BJP ടിക്കറ്റിൽ ഗവർണർ മത്സരിക്കണമെന്ന വൃന്ദയുടെ പരാമർശത്തിനാണ് ഗവർണറുടെ മറുപടി. മുഖ്യമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിന് താൻ പോകാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. I would like to treat such comments with the contempt which they deserve. There is no rift. I am doing my legal duty, statutory duty. There is absolutely no rift. I don't want to comment on all these things. Invitation is there in Raj Bhavan. Go and see it. But why I should explain it? It is for you to find out. You ask me questions. You don't ask questions there. That is your problem. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഗവർണർ തീർത്തും വൃന്ദ കാരാട്ടിന് മറുപടി നൽകിയിരിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിക്കും ഒരു മറുപടിയുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിരുന്നിൽ പങ്കെടുക്കാത്തതാണെന്നുള്ള ഒരു അഭിപ്രായം കൂടി ഗവർണർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ. മഞ്ജുഷ, കഴിഞ്ഞ ദിവസമാണ് CPMന്റെ മുതിർന്ന നേതാവ് വൃന്ദ കാരാട്ട് ഗവർണർക്കെതിരെ വിവിധ പരാമർശങ്ങൾ ഉന്നയിച്ചത്. അതിൽ ആദ്യ പരാമർശം എന്നുള്ളത് ഗവർണർ BJP ടിക്കറ്റിൽ സംസ്ഥാനത്ത് മത്സരിക്കണമെന്നൊരു കാര്യമായിരുന്നു. നിലവിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ തന്നെ BJPക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരത്തിൽ BJP സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ എന്നുള്ളതായിരുന്നു വൃന്ദ കാരാട്ടിന്റെ പ്രസ്താവന അല്ലെങ്കിൽ പരാമർശം. ഇതിന് അതേ നാണയത്തിൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുപടി നൽകിയിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: എന്നെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വൃന്ദ കാരാട്ട് മത്സരിച്ചിട്ടുണ്ടോ, അതിന് തെളിവുണ്ടോ? ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ താൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വൃന്ദ കാരാട്ടിന്റെ പരാമർശം അതേ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ് താൻ എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ആവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് CPMലെ പല നേതാക്കന്മാരും ഗവർണറെ BJPയുടെ അനുനായിയായിട്ടും ഒപ്പം തന്നെ BJP പ്രവർത്തകനായിട്ടും ഒക്കെ തന്നെ ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തുറന്നടിച്ചുകൊണ്ടൊരു മറുപടിയുമായി ഗവർണർ ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിയായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്കും ഇത്തരത്തിൽ ചില കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ന്യൂ ഇയർ വിരുന്നിൽ അല്ലെങ്കിൽ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സർക്കാർ വിരുന്നിൽ നിന്ന് ഗവർണർ വിട്ടുനിന്നിരുന്നു. അതിൽ ഗവർണറെ ക്ഷണിച്ചില്ല എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഗവർണറെ ഇത്തരത്തിലൊരു ആഘോഷത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ക്ഷണക്കത്ത് രാജ്ഭവനിലുണ്ട്. പക്ഷേ താൻ പോയില്ല, അതിന് ചില കാരണങ്ങളുണ്ട്, അത് മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹം മറുചോദ്യമായി പറഞ്ഞത്. എന്തുകൊണ്ട് താൻ പോയില്ല എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം. തന്നോട്, അതായത് ഗവർണറോട് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയോടും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശവും അധികാരവും നിങ്ങൾക്കുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയോട് കൂടി മറുപടി തേടണം എന്നുള്ളതാണ് ഗവർണർ ആവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, സംസ്ഥാനത്തെ ഭരണത്തലവരാണ്. ഭരണത്തലവനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി താൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായും ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകളാണ്, നിയമപരമായിട്ടുള്ള ചുമതലകളാണ് താൻ നിർവഹിക്കുന്നത് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന പുതുവത്സര ആഘോഷത്തിൽ നിന്ന് ഗവർണർ വിട്ടുനിന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അക്കാര്യത്തിലൊരു ഔദ്യോഗിക പ്രതികരണവുമായി ഗവർണർ രംഗത്തെത്തിയത്. അതേ സാഹചര്യത്തിൽ തന്നെ BJPക്കാരനാണ്, BJP ടിക്കറ്റിൽ മത്സരിച്ച ഗവർണർ തെരഞ്ഞെടുപ്പിനെ നേരിടൂ എന്നുള്ള വൃന്ദ കാരാട്ടിന്റെ പരാമർശത്തിനും അതേ നാണയത്തിൽ തന്നെയാണ് ഗവർണർ മറുപടി നൽകിയിട്ടുള്ളത്. മഞ്ജുഷ, ശരി, വ്യക്തമാണ്. വൃന്ദ കാരാട്ടിന് അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒപ്പം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിരുന്നിൽ പങ്കെടുക്കാത്തതിൻ്റെ വിശദീകരണവും ഗവർണർ നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.